നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രംപ് എന്തിനാണ് ഇന്ത്യക്ക് നേരെ ഭീഷണി ഉയർത്തിയത്? അത് വെറുതെ ആയിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം ട്രംപിൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ഇന്ത്യയിലൂടെ റഷ്യയെ വീഴ്ത്തുക, പുടിനെ മെരുക്കുക. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വെറും വെള്ളത്തിൽ വരച്ച വര പോലെ ട്രംപിൻ്റെ ഭീഷണിയെ കണ്ടാൽ മതിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് എത്രത്തോളം ഇന്ത്യയെ ഭയപ്പെടുത്തുന്നു അത്രത്തോളം സഹകരണം ഊട്ടിയുറപ്പിക്കാനായി റഷ്യയുമായി സാധിക്കുമെന്നുള്ളതാണ് ട്രംപിൻ്റെ സിദ്ധാന്തം. ഇന്ത്യയുമായിട്ടുള്ള എണ്ണ ബന്ധം ശക്തമായി തന്നെ തുടരുമെന്ന് റഷ്യ ആവർത്തിച്ചു പറയുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ ഈ ഒരു നീക്കം ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ അതൊരു ആയുധമാക്കിയെടുത്ത് ഇന്ത്യയെ അടിക്കാനുള്ള വടിയാക്കി ഉപയോഗിക്കുമ്പോൾ, അതിനെതിരെ ശക്തമായി ഇന്ത്യ പ്രതികരിക്കുമ്പോൾ റഷ്യയെ മെരുക്കാനുള്ള ഒരു തന്ത്രം കൂടി ട്രംപ് അതിനുള്ളിൽ കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ആഗോളതലത്തിൽ തന്നെ രാഷ്ട്രീയ സംഘർഷങ്ങൾ കൂടുതലായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ടുള്ള ഊർജ്ജ വ്യാപാര ബന്ധം കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് റഷ്യ തീരുമാനിക്കുന്നത്. ഇനിയും ഇരട്ടിയോളമാക്കാൻ റഷ്യ താല്പര്യം പ്രകടിപ്പിക്കുന്നുവെന്ന് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. അത് അടിവരയിട്ട് പറയുകയാണ് റഷ്യ. ബാഹ്യ സമ്മർദ്ദങ്ങൾ തങ്ങളുടെ ഉഭയകക്ഷി സഹകരണത്തെ കൂടുതൽ ആഴത്തിലാക്കുകയേ ഉള്ളൂ, അതല്ലാതെ അതിനെ തകർക്കാനായി ആർക്കും തന്നെ സാധിക്കില്ല എന്ന് റഷ്യൻ അധികൃതർ തന്നെ പറയുകയാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിലൂടെ ഉക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ സഹായം കൊടുക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു യുദ്ധ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പുതിയ തീരുവകളും പിഴത്തീരുവയും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിന് പിറകെയാണ് റഷ്യ ഇങ്ങനെ ഒരു നിർണായക പ്രസ്താവന കൂടി പുറത്തുവിട്ടിരിക്കുന്നത്. റഷ്യൻ അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കൂടുതൽ സമ്മർദ്ദമെന്നാൽ കൂടുതൽ സഹകരണമെന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് അമേരിക്ക എത്രത്തോളം സമ്മർദ്ദം ചെലുത്തുന്നുവോ അത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നു. ഇന്ത്യയിലെ റഷ്യയുടെ ഡെപ്യൂട്ടി ട്രേഡ് പ്രതിനിധിയായിട്ടുള്ള യൗജനി ഗ്രിവ പറയുന്നതനുസരിച്ച് ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യയിലേക്ക് അസംസ്കൃത എണ്ണയുടെ സുഗമമായ വിതരണം ഉറപ്പാക്കാൻ മോസ്കോ ഒരു വളരെ പ്രത്യേക സംവിധാനം തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൂടാതെ കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഈ മാസം ഇന്ത്യയിലേക്കുള്ള എണ്ണയുടെ വരവ് വലിയ തോതിൽ തന്നെ ക്രമാതീതമായി തന്നെ ഉയർന്നിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ട്രംപിൻ്റെ ഈ ഭീഷണി ഒന്നും തന്നെ വിലപ്പോകുന്നില്ല എന്നുള്ളത് ഒന്നാമത്തേത്. അതുകൂടാതെ ഇന്ത്യയുമായിട്ടുള്ള സഹകരണം റഷ്യ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഏകദേശം 40% സംഭാവന ചെയ്യുന്നത് റഷ്യ തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഊർജ്ജ പങ്കാളിയായി റഷ്യ തുടരുന്നുണ്ട്. അതൊരു കാരണവശാലും ഒരു പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിലും അടിയറവ് പറയില്ല, അത് ഒഴിവാക്കില്ല. ഗ്രിവയാകട്ടെ ഈ ബന്ധത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ നിർണായകമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇതിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് പോക്കില്ല. ഇപ്പോഴത്തെ ഓരോ ക്രമീകരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ റഷ്യയ്ക്ക് എണ്ണയുടെ ഒരു സ്ഥിരമായ ഒഴുക്ക് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭാവിയിൽ യാതൊരുവിധ തടസ്സവും തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഊർജ്ജ മേഖലയിൽ, എണ്ണ വ്യാപാര മേഖലയിൽ മാത്രമല്ല, മറ്റു മേഖലകളിലും ഇന്ത്യ ശക്തമായി തന്നെ റഷ്യയുമായി ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയിൽ ക്രമാനുഗതമായിട്ടുള്ള വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ ഇപ്പോൾ സുശക്തമായി തന്നെ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് രാസവസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ തന്നെ യന്ത്രോപകരണങ്ങൾ എന്നീ മേഖലയിൽ, അതുപോലെ പ്രതിരോധ മേഖലയിലുള്ള വളർച്ച, ഇതൊക്കെ തന്നെ ഏറെ പ്രകടമായിട്ടുള്ളതാണ്. അതുപോലെ ഇന്ത്യയുടെ വ്യോമ മേഖലയിൽ കരുത്തു പകരുന്ന പ്രതിരോധ കവചം തീർക്കുന്ന S-400 അടക്കമുള്ള വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ അത് റഷ്യ തന്നെയാണ് ഇന്ത്യക്ക് സഹായകരമായി നൽകിയിട്ടുള്ളത്. ഇനിയും അത് അങ്ങനെ തന്നെ തുടരുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു ബന്ധം, അങ്ങനെയാണ് ഈ കാഴ്ചപ്പാടിനെ ഗ്രിവ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്ന അനുസരിച്ച് പാശ്ചാത്യ ഉപരോധങ്ങൾ ഇനിയും വർദ്ധിക്കുകയാണെങ്കിൽ, ഇനിയും കടുപ്പിക്കുകയാണെങ്കിൽ അത് ഇരു രാജ്യങ്ങളെയും, ഇന്ത്യയും റഷ്യയെയും കൂടുതൽ അടുപ്പിക്കുന്നത് കൊണ്ട് കൂടുതൽ പൊതുവായ അടിത്തറ രണ്ട് രാജ്യങ്ങൾക്കിടയിലും കണ്ടെത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആസൂത്രിതമായ ചില പാശ്ചാത്യ നീക്കങ്ങളെ ഗ്രിവ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. ദ്വിതീയ ഉപരോധങ്ങളെ നിയമവിരുദ്ധമായിട്ടും ഇരട്ടത്താപ്പുകളുടെ ദേശീയ താൽപ്പര്യങ്ങളോടുള്ള അനാദരവിൻ്റെ തെളിവാണെന്നും അദ്ദേഹം എടുത്തു കാട്ടിയിട്ടുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയ്ക്കുള്ളിൽ റഷ്യ ഒരിക്കലും ഉപരോധങ്ങൾ ഏർപ്പെടുത്തില്ല. അദ്ദേഹം അത് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. സൗഹൃദ രാഷ്ട്രങ്ങളാണ് ബ്രിക്സ് കൂട്ടായ്മയിൽ രാജ്യങ്ങളൊക്കെ തന്നെ ഒന്നിച്ച് വളരുക എന്ന ലക്ഷ്യം മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. അതിന് തടസ്സമായി വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് ആരും തന്നെ നിൽക്കില്ല എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മോസ്കോയുടെ എണ്ണ വിലയിൽ മത്സരം മാത്രമല്ല, ഇന്ത്യക്ക് അത് ലാഭകരമായി തന്നെ മാർക്കറ്റ് മാറ്റിയെടുത്തുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ട്രംപിനെ അധിക താരിഫ് താൽക്കാലികമായി നിർത്തിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നതിനിടയിൽ ഇന്ത്യയിലെ റഷ്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് റോമൻ ബാബുഷ്കിനും സമാനമായൊരു അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
വിദേശത്ത് തടസ്സങ്ങൾ നേരിടുന്ന ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് റഷ്യൻ വിപണികൾ തുറന്നിടുമെന്നാണ് അദ്ദേഹം ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. ചൈനയും സമാനമായ ഒരു സാഹചര്യം എന്തൊക്കെയാണെന്നുള്ളത് വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ആകട്ടെ തദ്ദേശീയതയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടാനായിട്ടുള്ള ആഹ്വാനം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പാശ്ചാത്യ ശക്തിക്കും ഇന്ത്യയെ തകർക്കാൻ കഴിയില്ല എന്നുള്ളത് അടിവരയിടുകയാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ. എന്തായിരുന്നാലും അത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് വിഷമിക്കേണ്ട സാഹചര്യമില്ല. കാരണം ഈ സമ്മർദ്ദം ന്യായീകരിക്കാൻ പോലും കഴിയാത്തതാണ്. ഘടനാപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ കാരണം യൂറോപ്യൻ ഉപരോധങ്ങൾ റഷ്യയുടെ എണ്ണ വ്യാപാരത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്ന് പോലും അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. റഷ്യയെ പിടിച്ചുകുലുക്കാൻ കഴിയുന്ന രീതിയിൽ ഈ ഉപരോധം ഫലവത്തായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സംവിധാനത്തെ നമ്മൾ സ്വതന്ത്രമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള പങ്കാളിത്തത്തിലുള്ള മോസ്കോയുടെ വിശ്വാസത്തെ അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത് തന്നെ ഈ ഒരു വിഷയമാണ്. അമേരിക്കൻ ഭീഷണി അത് റഷ്യയെയും ഇന്ത്യയെയും ചൈനയെയും ബാധിക്കില്ല എന്നുള്ളതാണ് ഈ അടുത്ത സമീപകാല സംഭവവികാസങ്ങളിലൂടെ മനസ്സിലാക്കാനായി കഴിയുന്നത്. ഒരു കാരണവശാലും അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് വ്യക്തമാക്കി ഇന്ത്യയുമായിട്ടുള്ള ഊർജ്ജ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് റഷ്യ തീരുമാനിച്ചത്. അതിൽ നിന്നും അണുവിട പോലും ചലിക്കുന്നില്ല. റഷ്യയുടെ ഈ നിലപാട് ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലും പരസ്പര താല്പര്യങ്ങളെ മുൻനിർത്തി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എത്രത്തോളം ദൃഢമാക്കാൻ കഴിയുമെന്നുള്ളതാണ് തെളിയിക്കുന്നത്. ഈ നീക്കങ്ങളൊക്കെ അന്താരാഷ്ട്ര വാണിജ്യ ബന്ധങ്ങളിൽ പുതിയ സമവാക്യങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്, കണ്ടറിയുക തന്നെ ചെയ്യും.